എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭൂമി സംബന്ധമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. സംസ്ഥാനത്ത് ഡിജിറ്റൽ റീസർവേ നടപടികൾ തുടങ്ങിയിട്ട് ഒരു വർഷം പിന്നിടുകയാണ്. ഓരോ 6 മാസത്തിലും 200 വില്ലേജുകൾ വീതമാണ് ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തീകരിക്കാൻ സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഇതിനകം തന്നെ പല വില്ലേജുകളിലും ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തീകരിച്ചു. ഡിജിറ്റൽ റീസർവേ നടപടികൾക്ക് ശേഷം സ്വകാര്യ വ്യക്തികളുടെ ഭൂമി വിസ്തീർണം കൂടിയെന്ന് കണ്ടെത്തുകയാണ് എങ്കിൽ അധിക ഭൂമി പതിച്ചു നൽകാനുള്ള നിയമത്തിന് കഴിഞ്ഞ ഒക്ടോബറിൽ സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. സെറ്റിൽമെന്റ് ഉദ്യോഗസ്ഥനായ തഹസിൽദാർമാർ ഭൂ ഉടമകളുടെ ഹിയറിംഗ് നടത്തി കളക്ടറുടെ അനുമതിയോടെയാണ് ഇത് പതിച്ചു നൽകുക. ഇതിനായി ജില്ലാ സംസ്ഥാന തലങ്ങളിൽ അപ്പീൽ ഉദ്യോഗസ്ഥരും ഉണ്ടാകും. ആന്ധ്രാപ്രദേശിലെ നിയമത്തിന്റെ ചുവട് പിടിച്ച് കരട് തയ്യാറാക്കിയത് ലാൻഡ് റവന്യൂ കമ്മീഷണറായിരുന്നു. ആധാരത്തിൽ പറയുന്നതിൽ ഉള്ളതിനേക്കാൾ ഭൂമി നിങ്ങൾക്കുണ്ട് എങ്കിൽ അധിക ഭൂമി കൈവശക്കാരന്റെ പേരിൽ ക്രമപ്പെടുത്തി നൽകാൻ കേരള വെസ്റ്റിംഗ് ആൻഡ് ലാൻഡ് അസൈൻമെന്റ് ആക്ടിനാണ് രൂപം നൽകിയിട്ടുള്ളത്. റീസർവേ നിയമപ്രകാരം കൈവശമുള്ള അധിക ഭൂമി നിശ്ചിത തുക നൽകി കരം അടച്ച് കൈവശമാക്കാൻ അനുമതി നൽകുന്നതാണ് പുതിയ നിയമം. 4 അതിർത്തിയിലുള്ളവരുടെ സമ്മതപത്രം ഉടമസ്ഥാവകാശം നൽകുന്നതിനായി വേണ്ടിവരും. തഹസിൽദാർമാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇതിന് അധികാരം ഉണ്ടാകുക. സർക്കാർ പുറമ്പോക്കാണ് തൊട്ടടുത്ത് എങ്കിൽ അധികമുള്ള ഭൂമി ക്രമപ്പെടുത്തി നൽകില്ല. റീസർവേ നടപടികൾക്ക് ശേഷം അധിക ഭൂമി കൈവശക്കാരൻ ക്രമപ്പെടുത്തി നൽകാനുള്ള നിയമനിർമ്മാണം പുതിയ വ്യവഹാരത്തിന് വഴി തുറക്കും എങ്കിലും വ്യാപകമായ ക്രമക്കേടുകളും ഭൂമി ദുരുപയോഗത്തിനും ഇത് ഇടയാക്കും എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നിലവിൽ തന്നെ ഭൂമിയുടെ അളവും പേരുമടക്കമുള്ള വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിൽ 1.14 ലക്ഷം പരാതികൾ തീർപ്പാകാനുണ്ട്. സംസ്ഥാനത്തെ 900ഓളം വില്ലേജുകളിലാണ് ഈ പരാതിയിൽ കൂടുതലും ഭൂമി വിസ്തീർണവുമായി ബന്ധപ്പെട്ടാണ്. അധികമുള്ള ഭൂമി 2-3 പ്ലോട്ട് അപ്പുറത്തുള്ള ആളുടേതും ആകാം. എന്നാൽ പുതിയ നിയമത്തിൽ അദ്ദേഹത്തിന്റെ അനുമതി ആവശ്യമായി വരുന്നില്ല. തൊട്ടടുത്തുള്ള ഭൂ ഉടമയുടെ അനുമതി മാത്രം തേടിയാൽ മതി എന്നതാണ് നിർദ്ദേശിക്കുന്നത്. വിവിധ സ്ലാബുകളായി തിരിച്ചാകും ഉടമസ്ഥാവകാശം വിട്ടുനൽകുന്നതിന് ശുപാർശ ചെയ്യുന്നത്. ഇതിനായി പ്രത്യേക ഫീസും വേണ്ടിവരും. 5 സെന്റ് വരെ കൈവശമുള്ള അധിക ഭൂമി ക്രമപ്പെടുത്താൻ ഫീസ് വേണ്ടിവരില്ല. തുടർന്നുള്ള വിവിധ സ്ലാബുകളിൽ ന്യായവിലയുടെ നിശ്ചിത ശതമാനം അടയ്ക്കേണ്ടി വരും. അന്തിമമായി ഇത് ഭൂരേഖകളിൽ കൂടുതൽ കുരുക്കുണ്ടാക്കാനും നിയമ നടപടികളിലേക്ക് കടക്കാനും വഴിയൊരുക്കും എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ 200 വില്ലേജുകളിലാണ് ഡിജിറ്റൽ ലാൻഡ് സർവേ നടപടികൾ പൂർത്തീകരിച്ചത്. 2022 നവംബർ 1 മുതൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതി 6 മാസം കൊണ്ട് 200 വില്ലേജുകളിൽ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ അത് 1 വർഷം എടുത്തു. 4 വർഷം കൊണ്ട് 900ഓളം വില്ലേജുകളും റീസർവേ നടപടികൾ പൂർത്തീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഓരോ നാട്ടിലും നടക്കുന്ന റീസർവേ നടപടികൾക്ക് മുമ്പ് അതാത് വില്ലേജ് തലങ്ങളിൽ നിന്നും റീസർവേ നടക്കുന്ന ഭൂമി ഉടമസ്ഥനെ ആ കാര്യം അറിയിക്കും. ഓരോ പ്രദേശങ്ങളിലും ഗ്രാമസഭകൾ പോലെ സർവേ സഭകൾ വിളിച്ചു ചേർക്കുകയും സംശയ നിവാരണങ്ങൾ നടത്തുകയും ചെയ്യും. സ്ഥലം ഉടമകളുടെ സംശയ ദൂരീകരണം നടത്തുകയും ചെയ്യും. റീസർവേ നടപടികൾക്ക് ശേഷം അധികം ഭൂമി ഉണ്ട് എങ്കിൽ അതാത് വില്ലേജുകൾ കേന്ദ്രീകരിച്ചുള്ള അപേക്ഷകൾ നൽകിയാണ് അധിക ഭൂമി ക്രമപ്പെടുത്തി നൽകേണ്ടത്. റീസർവേ നടപടികൾ 2ാം ഘട്ടം ആരംഭിക്കുമ്പോൾ സർക്കാർ തലത്തിൽ നിന്നുള്ള അറിയിപ്പ് എല്ലാ ആളുകളും റീസർവേ നടപടികൾക്ക് മുമ്പ് സ്ഥലത്തിൽ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് എങ്കിൽ അതിർത്തികളെല്ലാം തെളിച്ചിടണം എന്നുള്ളതാണ്. റീസർവേ നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ള ഭൂവിവരങ്ങൾ എൻ്റെ ഭൂമി പോർട്ടലിൽ ലഭിക്കുന്നതാണ്. ഡിജിറ്റൽ റീസർവേയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ടോൾ ഫ്രീ നമ്പറായ 1800 425 5080 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും. ബൈ.